അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴുള്ള ദിക്റ്. അങ്ങാടിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? മാർക്കറ്റിനെ പറ്റി. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്? അല്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ്. അള്ളാഹ്ക്ക് വെറുക്കപ്പെട്ട സ്ഥലമാണ് മാർക്കറ്റ്. മാർക്കറ്റ് നമ്മൾ പോണ്ടേ? പോണം, ആവശ്യത്തിന് പോണം. വെറുതെ അവിടെ ഇങ്ങനെ പോയി നിന്നിട്ട് തൊള്ളയും കാട്ടി നിൽക്കുക അല്ലേ? അവിടെ വഞ്ചന നടക്കും, ചതി നടക്കും, കള്ളത്തരം നടക്കും. കള്ളത്തരം പറഞ്ഞിട്ട് സാധനം ചെലവാക്കും. അങ്ങനെ പല ചതികളും വഞ്ചനയൊക്കെ നടക്കുന്ന സ്ഥലമാണ് മാർക്കറ്റ്. അതുകൊണ്ട് നിവൃത്തിയില്ലെങ്കിൽ മാത്രം പോയാൽ മതി. അങ്ങാടി പോയിരിക്കുക എന്നുള്ളത് ചില ആളുകൾക്കൊരു സോക്കട. ഒരു ദിവസം ഹർത്താലായാൽ ഓൽക്കുള്ള പ്രയാസം എന്താ? പൊരേ കുത്തിരിക്കേണ്ടി വരുമല്ലോ എന്നാ. അങ്ങാടി പോകാൻ കഴിയൂല്ലോ. എന്നിട്ട് ഇങ്ങനെ മെരുവിനിട്ട് കൂട്ടിലിട്ട മാതിരി അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും. 6 മണിയായില്ലേ, ഇങ്ങോട്ട് നടക്കും. ഇനി വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല. എന്തൊരു കഷ്ടം. എന്നാലും എവിടേക്കായി പോണത്? അങ്ങാടിക്ക്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് സലാം വിട്ടിയ ഒരൊറ്റ ചാട്ട. നമ്മൾ വിചാരിക്കുമ്പോ കാര്യമായിട്ട് എന്തോ പണിയുണ്ട്. അവിടെ അങ്ങനെ പോയി തൊള്ളേക്കൊക്കെ കിട്ടണ മേപ്പിട്ടോക്കി. അതിനായി പായുന്നത്. അപ്പൊ ഈ അങ്ങാടിക്കുള്ള പായൽ നിൽക്കണം. ഇനി അങ്ങനെ പോകേണ്ടി വന്നാൽ അവിടെ കച്ചവടം ചെയ്യണവനാകട്ടെ, സാധനം വാങ്ങാൻ പോണവനാകട്ടെ, എല്ലാരും പറയേണ്ട ഒരു ദിക്റ്. അതിന്റെ പോരിശ് കാര്യങ്ങള്. ആ ദിക്റ് പറഞ്ഞാൽ അൽഫ് ഹസന. അൽഫ് എത്ര? 1,00,000. 1000 അൽഫ് 1000 ആയിരങ്ങൾ എന്ന് പറഞ്ഞാൽ 1,00,000. 100,000 1,00,000 10,00,000. 100,000 1,00,000 അൽഫ് 10,00,000. 10,00,000 പുണ്യമാണ് കിട്ടാൻ പോണത്. 10,00,000 നന്മ രേഖപ്പെടുത്തുകയും 10,00,000 പാപങ്ങൾ അയാളിന്ന് മായ്ച്ചു കളയുകയും സ്വർഗത്തിൽ അയാൾക്കൊരു വീട് കൊടുക്കുകയും ചെയ്യും. മാർക്കറ്റ് പോകുമ്പോഴുള്ള പ്രാർത്ഥന ഏതാണത്? അൻ ഉമർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. എന്താ പറഞ്ഞത്? മൻ ഖാല ഫീ സൂഖിൻ, ആരെങ്കിലും അങ്ങാടിയിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. അതെല്ലാവർക്കും അറിയുന്നത്. ഇത്രയും വരെ മുസ്കാത്തിന് ശേഷം പറഞ്ഞല്ലേ. പക്ഷെ അവൻ ചെറിയൊരു മാറ്റം. പിന്നെ ബിയദിഹിൽ ഖൈർ യുഹ്യീ വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അപ്പൊ നിസ്കാരത്തിന് ശേഷം നമ്മൾ പറഞ്ഞു ചെറിയൊരു മാറ്റമുള്ളൂ. ബിയദിഹിൽ ഖൈർ, പിന്നെ യുഹ്യീ വയുമീത്. അത് കൂട്ടിയാൽ എന്തായി? അത് സൂക്കിൽ പോകേണ്ട ദിക്റായി എന്ന് പറഞ്ഞാട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് ബിയദിഹിൽ ഖൈർ യുഹ്യീ വയുമീത് വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ കതബല്ലാഹു ലഹു ബിഹ, അതിന് പകരമായിട്ട് അള്ളാഹു അയാൾക്ക് രേഖപ്പെടുത്തും അൽഫ് ഹസന, 10,00,000 നന്മ രേഖപ്പെടുത്തും. മാഷാ അല്ലാഹ്. വമഹാ അൻഹു ബിഹാ അൽഫ് സയ്യിഅ, അയാളിൽ നിന്ന് 10,00,000 തെറ്റുകളെ, അബദ്ധങ്ങളെ, ചെറുദോഷങ്ങളെ അള്ളാഹു മായ്ച്ചു കളയും. വബനാലഹു ബൈതം ഫിൽ ജന്ന, അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് അള്ളാഹു നിർമ്മിച്ചു നൽകുകയും ചെയ്യും. ഇമാം അഹ്മദ് ബസ്സാർ ഉദ്ധരിച്ചതാണ്. ഷെയ്ഖ് അൽബാനി സഹീഹുൽ ജാമിയിൽ ഹസനാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്.